കേരളത്തിലെ RSSന്റെ ഇപ്പോഴത്തെ സംരക്ഷകനും അല്ലെങ്കിൽ രക്ഷകനും VD സതീശനാണല്ലോ. സ്വാഭാവികമായി ചെയ്യേണ്ടി വരുമല്ലോ. ഇന്നലകളിൽ പറവൂരിലെ RSS ശാഖകൾ നിറങ്ങി നടന്ന ഒരു വ്യക്തി, അദ്ദേഹം RSSന്റെ കൂടി പിന്തുണയോടുകൂടി വിജയിച്ച് പ്രതിപക്ഷ നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്ത സഹായങ്ങൾക്ക് തിരിച്ച് സഹായം കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള K സുധാകരൻ RSS ശാഖയ്ക്ക് കണ്ണൂരിൽ സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ നിലനിർത്തേണ്ടത്, അവരെ ഞങ്ങളുമായിട്ട് അടുപ്പിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ടാകും. കാര്യം ഗോൾവാൾക്കർ ചിത്രത്തിലൊക്കെ അദ്ദേഹം നേരത്തെ തിരിതെളിച്ച് RSSകാരോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്നപ്പോൾ C സദാനന്ദൻ കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചിലർ ആ കേസിൽ ഉൾപ്പെട്ടവരെ തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വന്ന സന്ദർഭം, അതിൽ KK ശൈലജ പങ്കെടുത്തപ്പോൾ RSSകാരെക്കാളും വലിയ വേദനയുണ്ടായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സംഗീശനാണ്. നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ്. ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ 30 വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീൽ തള്ളി ഒരാളുടെ കാല് വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായൊരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ CPM അവരെ യാത്രയയപ്പ് നൽകി അയക്കുകയാണ്.